നമസ്കാരം. അമേരിക്ക ഇറാന് മുകളിൽ നടത്തുന്ന ആക്രമണ പരമ്പര ഇനിയും തുടർന്നേക്കും എന്നുള്ള സൂചന ലഭിക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. യൂറോപ്യൻ ഫ്യൂച്ചർ 0.60%, അമേരിക്കൻ ഫ്യൂച്ചർ 0.33% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. യൂറോപ്യൻ മാർക്കറ്റിൽ നിന്നുള്ള അമേരിക്കൻ മാർക്കറ്റിൽ നിന്നുള്ള അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഇൻഡെക്സുകളും കഴിഞ്ഞ ദിവസം നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. ഡോ ജോൺസ് 1.87%, S&P 1.62%, നാസ്ഡാക്ക് 1.98%, കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില 2% വർദ്ധിച്ച് $95 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇത് എനർജി സ്റ്റോക്കുകളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തിവെച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ എനർജി സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് സപ്പോർട്ട് നൽകിയത് ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളാണ്. പ്രത്യേകിച്ചും PSU ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള പല സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ബാങ്കിംഗ് സെക്ടറിലെ ചില സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 സ്റ്റോക്കുകൾ യൂക്കോ ബാങ്കും കാനറ ബാങ്കുമാണ്. യൂക്കോ ബാങ്ക് അതിൻ്റെ TBLR 3 മാസത്തെ TBLR 10 ബേസിസ് പോയിന്റ് ഉയർത്തി 5.40%, 6 മാസത്തെ TBLR 5.60% 10% ഉയർത്തി 5.60% മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് യൂക്കോ ബാങ്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് ബിസിനസ് ഇനിഷ്യേറ്റീവിന് വേണ്ടി 2300 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. KRBL എന്ന കമ്പനി ഇന്ത്യ ഗേറ്റ് പൊഹ എന്ന പേരിൽ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് KRBL എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഡെക്കാൻ ഗോൾഡ് സ്പാനിഷ് ടങ്സ്റ്റൺ പ്രോജക്റ്റുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഡെക്കാൻ ഗോൾഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഹൊനാസ കൺസ്യൂമർ എന്ന കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ബിസിനസ് അപ്ഡേറ്റിൽ 2026 ഫിനാൻഷ്യൽ ഇയറിൽ 30% ഗ്രോത്താണ് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്. എബിറ്റയിൽ 15% വർധനവ് കമ്പനി പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഭാരത് വയർ റോപ്സ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മഹാരാഷ്ട്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഭാരത് വയർ റോപ്സിൻ്റെ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് നിർത്തിവയ്ക്കാൻ ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഭാരത് വയർ റോപ്സ് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. IOL കെമിക്കൽസിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ മൈനർ ഫയർ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ IOL കെമിക്കൽ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കാനറ ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. കാനറ ബാങ്ക് അതിൻ്റെ 1 മാസത്തെ MCLR 5 ബേസിസ് പോയിന്റ് ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാനറ ബാങ്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. KFin Tech എന്ന കമ്പനി അതിൻ്റെ സിംഗപ്പൂർ സബ്സിഡറിയിൽ $2 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതുകൊണ്ട് KFin Tech എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫണ്ട് റൈസുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കിംസ് എന്ന കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ജൂൺ 13 വിളിപ്പിച്ചിട്ടുണ്ട്. ടൈം ടെക്നോപ്ലാസ്റ്റ് സിസ്റ്റോവേഴ്സ് പ്രൈവറ്റിൻ്റെ 76% സ്റ്റേക്കുകൾ 25 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുന്നതുകൊണ്ട് ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പൈൻ ലാബ്സ് ഷോപ്ഫ്ലോയുടെ അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൈൻ ലാബ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.